നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് പഞ്ചായത്ത്. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വലിയ തീരുമാനങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന്റെ അടിത്തറ പഞ്ചായത്തുകളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളുമാണ്. മഹാത്മാഗാന്ധിയിലൂടെ ആശയത്തിലൂന്നിയ ഗ്രാമസ്വരാജ് എന്ന വലിയ സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യമാണ് പഞ്ചായത്തുകൾ. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരുംകാല പദ്ധതികൾ എന്തൊക്കെയെന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കോട്ടയം ജില്ലയിലെ വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. സോമൻകുട്ടി. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ആരോഗ്യമേഖല, മാലിന്യ നിർമ്മാർജ്ജനം, എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുക തുടങ്ങിയ പദ്ധതിയിലടക്കം സജീവമാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത്. വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.ടി. സോമൻകുട്ടിയുണ്ട്. നമസ്കാരം ശ്രീ സോമൻകുട്ടി. ഈ ഒരു ഭരണ കാലയളവിൽ എത്രത്തോളം പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? എന്റെ പഞ്ചായത്ത് കോട്ടയം ജില്ല നഗരസഭയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നാഗരിക സ്വഭാവമുള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാർഷിക മേഖല ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വലിയ തോതിലുള്ള ഒരു കാർഷിക വികസന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുന്നത്. എങ്കിലും ഞങ്ങള് 75 ഹെക്ടറോളം വരുന്ന നെൽവയൽ ഉണ്ടായിരുന്നു. അത് തരിശായിരുന്നു. അതിലിപ്പോ 60 ഹെക്ടറോളം ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ വാഴകൃഷി, മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ കടക്കുന്നുണ്ടെങ്കിലും ഇവിടെ നാഗരിക സ്വഭാവം, ഞാൻ പറഞ്ഞ പോലെ നാഗരിക സ്വഭാവം ഒരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾക്ക് വഴി, വെള്ളം, വെളിച്ചം, ഇതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ. അതിലാദ്യമായി ആരോഗ്യ മേഖലയിൽ ഞങ്ങള് മറ്റു പഞ്ചായത്തുകളൊക്കെ ആദ്യമായി തന്നെ മറ്റു പഞ്ചായത്തുകൾ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും ഇവിടുത്തെ മാരക രോഗം ബാധിച്ച രോഗികൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് വില കൂടിയ മരുന്ന് നൽകുന്ന കരുതൽ എന്നൊരു പദ്ധതി ഏതാണ്ട് ഒരു വർഷം വിജയപുരം പഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു അഭിമാന പദ്ധതിയാണ് കരുതൽ പദ്ധതി, അല്ലേ? വില കൂടിയ മരുന്നുകളൊക്കെ സൗജന്യമായിട്ട് രോഗികൾക്ക് കൊടുക്കുക. ഈ പദ്ധതികളൊക്കെ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിലേക്കുള്ള ആളുകളെ കണ്ടെത്തുന്നത്? ഇത് നമ്മുടെ ആശാപ്രവർത്തകർ മുഖേന ഓരോ പ്രദേശത്തെ ആളുകളെ, രോഗികളായിട്ടുള്ള ക്യാൻസർ ബാധിതരായിട്ടുള്ള രോഗികളെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് തന്നെ ആശാവർക്കർ മുഖേനയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഞങ്ങളുടെ ഇംപ്ലിമെന്റ് ഓഫീസറെ ഡോക്ടർ മുഖേന ആ മരുന്നുകൾ ലഭ്യമല്ലെങ്കിൽ അത് വരുത്തി നമ്മൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണത്. അത് വളരെയേറെ പാവപ്പെട്ട രോഗികൾക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന വിജയപുരം പഞ്ചായത്തിന്റെ എന്തോ പറഞ്ഞു, ഈ മൃതദേഹങ്ങളൊക്കെ കൊണ്ട് അലഞ്ഞു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നമുക്ക് കോവിഡ് കാലം. ഇപ്പൊ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ഒരു വാതക ശ്മശാനം അവിടെ നിർമ്മിച്ചിട്ടുണ്ടായി. അതിന്റെ സേവന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. അതുപോലെ 24 മണിക്കൂറുള്ള ഒരു ആംബുലൻസ് സേവനം ഒക്കെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് ഞങ്ങള് അതിലേക്ക് തിരിഞ്ഞത് കോവിഡ് കാലഘട്ടത്തിൽ മരണസംഖ്യ ഉയർന്നപ്പോഴത്തേക്കും ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഞങ്ങൾ മൃതദേഹം സംസ്കരിക്കേണ്ടതായിട്ട് വന്നത്. പലപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കേണ്ട സാഹചര്യങ്ങൾ എത്തിയപ്പോൾ ഭരണസമിതി ഒരു തീരുമാനമെടുത്തു. നമുക്കിവിടെ സ്വന്തമായിട്ടൊരു ശ്മശാനം ഉണ്ടായിരുന്നു പഴയത്. അതില് ഈ ഗ്യാസ് ശ്മശാനം, ക്രമറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപയോളം ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്. അത് ഈ മാർച്ചിന് മുമ്പ് ഞങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തന്നെ കോവിഡ് കാലഘട്ടത്തിൽ ആംബുലൻസ് സൗകര്യങ്ങൾ ലഭ്യമല്ലായിരുന്നു. അത് 10 ലക്ഷം രൂപയോളം മുടക്കി ഞങ്ങൾ ആംബുലൻസ് വാടകയ്ക്ക് എടുക്കുമായിരുന്നു. അതും മുന്നോട്ടുള്ള ഇനിയുള്ള ഒരു ഇത്തരം മാരക രോഗങ്ങളോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആംബുലൻസ് ഒരെണ്ണം സ്വന്തമായിട്ട് നമ്മൾ എടുക്കുകയായിരുന്നു. നിരവധി വികസനങ്ങളാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത്. സ്ത്രീ ശാക്തീകരണത്തിലടക്കം ഈ വനിതകൾക്കായിട്ട് ഫിറ്റ്നസ് സെന്റർ പഞ്ചായത്ത് സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കഴിഞ്ഞ 2 വർഷമായി മെൻസ്ട്രൽ കപ്പ് സൗജന്യമായി നൽകുന്ന ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. ഇവിടെ 100 പരം വനിതകള് കാലത്തും വൈകുന്നേരമായിട്ട് ഇവിടെ വരും. 300 രൂപ
300 രൂപ നമ്മുടെ ഫീസ് മേടിച്ചുകൊണ്ട് മറ്റുള്ളിടത്തൊക്കെ 1500-ഉം 2000 രൂപയൊക്കെ മേടിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് അത് ഒരു പ്രവേശന ഫീസ് 500 രൂപയും 300 രൂപ മാസവരിയായിട്ട് നമ്മളത് ഇപ്പോ ഒരു വർഷമായി നടത്തിക്കൊണ്ട് പോരുകയാണ്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സമീപനം എങ്ങനെയാണ്? ഈ സ്ത്രീ ശാക്തീകരണ പരിപാടി, കുടുംബശ്രീ അടക്കമുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം മുന്നിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. തീർച്ചയായിട്ടും അവരുടെ വലിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്തരം പരിപാടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, സ്ത്രീകൾക്ക് വേണ്ട പദ്ധതികൾ, കുടുംബശ്രീയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധികൾ, സ്ത്രീ സംരംഭമായിട്ട് നമ്മൾ വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് കുടുംബശ്രീ മുഖേനയാണ് അവർ കൊടുക്കുന്നത്. ആരോഗ്യ മേഖലയിലടക്കം വിവിധ വികസന പദ്ധതികളാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതെ, ഞങ്ങളുടെ ഒരു പ്രത്യേക പദ്ധതി എന്ന് പറഞ്ഞാൽ 24 വർഷമായി നടക്കുന്ന, കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വിജയപുരം ഗ്രാമത്തിൽ പ്രഭാത ഭക്ഷണം നൽകുന്നത്. ആൻഡ് 250 കുട്ടികൾക്ക് 7 സ്കൂളിലായിട്ട്, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഓരോ വർഷവും അതിന് വേണ്ട പദ്ധതിക്ക് പണം നീക്കി വെക്കുന്നുണ്ട്. അതെ, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി തുടങ്ങിയിരിക്കുന്നത് ഈ വിജയപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ചെറുകിട കുടിവെള്ള പദ്ധതിയൊക്കെ, വേനൽക്കാലമാണ്, കുടിവെള്ള ക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന ഒരു സമയമാണ്. ഏതൊക്കെ രീതിയിലാണ് ഈ കുടിവെള്ള ക്ഷാമത്തിനൊക്കെ പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? ഈ വർഷം തന്നെ ഞങ്ങൾ 3 കുടിവെള്ള പദ്ധതികൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റായി ചേർന്നുകൊണ്ട് പദ്ധതികൾ പൂർത്തീകരിച്ചു. ഇതിന് നിലവില് നമുക്ക് ഇവിടെ ഇതിനൊരു ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നമ്മുടെ ജലജീവൻ മിഷന്റെ പദ്ധതികൾ ഇപ്പൊ നടപ്പായി വരുന്നതുകൊണ്ട് റോഡുകളൊക്കെ വളരെ മോശമായിട്ടുണ്ടെങ്കിലും കുടിവെള്ള പദ്ധതികൾക്ക് വേനൽക്കാലത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമെങ്കിലും അത് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ആ കുടിവെള്ള പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാറുണ്ട്. ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് പഞ്ചായത്തിന്റെ കൂട്ടായ പ്രയത്നത്തിലൂടെ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? ഞങ്ങളിവിടെ 19 വാർഡുകളാണ്. 19 വാർഡുകളിലായിട്ട് എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥര് അവരുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനം ഞങ്ങളെ വലിയ 100% നികുതി പിരിവിലേക്കും 10 വാർഡുകൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയതാണ്. അതുപോലെ തന്നെ 100% പദ്ധതി വിഹിതങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങള് കൂട്ടായ ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. ഈ പിന്നാക്ക വിഭാഗക്കാർക്കുള്ള കുട്ടികൾക്കുള്ള ഗ്രാന്റുകള്, ലാപ്ടോപ്പ് വിതരണം അടക്കമുള്ള പദ്ധതികളൊക്കെ വിജയപുരം ഗ്രാമപഞ്ചായത്ത് വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്ന ഒരു പദ്ധതികളൊക്കെയാണ്. അതെ അതെ, ഇവിടെ നമ്മള് ഈ വർഷവും നമുക്ക് ലാപ്ടോപ്പിന്റെ പദ്ധതിയുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാവർക്കും അപേക്ഷിച്ച എല്ലാവർക്കും നമുക്ക് ഈ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. അവർക്ക് അതുപോലെ തന്നെ ഗ്രാന്റ് ഇവിടുന്ന് നമ്മൾ നൽകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പരിപാടി. അവർക്ക് ST വിഭാഗം 5 കുടുംബങ്ങളാണ്ട് ഉള്ളൂ, പക്ഷേ SC വിഭാഗം കൂടുതലായിട്ടുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കുടിവെള്ള പദ്ധതികളും മറ്റുമൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ടൂറിസം പദ്ധതി തന്നെയാണ്. ഈ ടൂറിസം മേഖലയിൽ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നത്? മീനന്തറ ടൂറിസം പോലെ, കൊട്ടവഞ്ചി പോലുള്ള പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. ഈ പദ്ധതികളൊക്കെ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ഞങ്ങളുടെ പഞ്ചായത്തിൽ കൂടി 3 നദികൾ ഒഴുകുന്നുണ്ട്. കൊടുവിരാറ്, അതുപോലെ തന്നെ മീനന്തറ, മീനിച്ചിലാറ്. അപ്പൊ മീനന്തറയാറിന്റെ തുടക്കം ഈ പഞ്ചായത്തിൽ നിന്നാണ്. അവിടെയാണ് ഞങ്ങളുടെ ഒരു കുട്ടികളുടെ ഒരു പാർക്ക്. അതിന്റെ ഒരു ഞങ്ങളുടെ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആ സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി തുടക്കം എന്നുള്ള നിലയിൽ അവിടെ കുട്ടികൾക്കുള്ളൊരു പാർക്കുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ പുതുവത്സര ആഘോഷം, എനിക്ക് തോന്നുന്നത് കൊച്ചി കഴിഞ്ഞാല് കോട്ടയം ജില്ലയിലാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കുന്ന പുതുവത്സര ആഘോഷം, പാപ്പാഞ്ഞിയെ കത്തിക്കല്. അതെല്ലാം ഈ ടൂറിസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ടൂറിസം വികസനത്തിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ അതിനെയെല്ലാം കാണുന്നത്. വളരെ പ്രകൃതി രമണീയമായ ഒരു വയല് ഉള്ള സ്ഥലമാണ് ഞങ്ങൾ ഈ മീനന്തറ ടൂറിസം എന്ന് പറയുന്നത്. മുന്നോട്ട് സർക്കാരിന്റെ ഒരു സഹായം കൂടെ ഞങ്ങൾക്ക് ലഭ്യമായാത്രേ ഞങ്ങളുടെ ആ ഒരു പൂർണ്ണതയിൽ ആ പദ്ധതി ഉള്ളൂ എന്നുള്ളത് കൂടെ ഈ സമയം ഞാൻ അറിയിക്കുകയാണ്.
അതുപോലെ സർക്കാരിന്റെ എല്ലാ അനുകൂലമായിട്ടുള്ള നടപടികളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ, അംഗനവാടികളൊക്കെ ഉള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത്? ഈ വർഷം തന്നെ ഞങ്ങള് കഴിഞ്ഞ വാർഷിക പദ്ധതി തന്നെ 3 അംഗനവാടികൾക്ക് സ്ഥലം വാങ്ങി. അതുപോലെ തന്നെ ഒരു കെട്ടിടത്തിനുള്ള അടിത്തറയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾ ഈ വർഷം പുതിയ അംഗനവാടികൾക്കുള്ള സ്ഥലത്തിനുള്ള ടെൻഡറുകൾ നമ്മൾ ക്ഷണിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തെരുവുനായ ആക്രമണം രൂക്ഷമായ ഒരു പഞ്ചായത്താണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത്. ഈ തെരുവുനായ ആക്രമണം തടയാനുള്ള പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഇവിടെ എനിക്ക് തോന്നുന്നത് ഞങ്ങള് കോട്ടയം ജില്ലാ പഞ്ചായത്തോടും കൂടി ഈ പഞ്ചായത്ത് ഒരു 5 പഞ്ചായത്തോടു കൂടി ABC പദ്ധതി പ്രകാരം ഈ മുനിസിപ്പാലിറ്റി തന്നെ ഞങ്ങളൊരു ABC പദ്ധതി പ്രകാരം അവിടെ ഒരു ഈ വന്ധീകരണത്തിനുള്ള സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ അതിന് വന്ധീകരണം നടക്കുന്നുണ്ട്. പിന്നെ ആക്രമണകാരികളായ ഈ നായ്ക്കളെ സംരക്ഷിക്കുന്നതിനും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു സഹായം ആവശ്യകരമായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം ഈ സമയം ഉണ്ടായിട്ടില്ല. ഈ വർഷത്തെ പദ്ധതിയിൽ സ്ഥലം വാങ്ങി ഇത്തരം ആക്രമണകാരികളെ നായ്ക്കളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ അത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് തന്നെ അത് അവർ പരിഗണിക്കും എന്നാണ് കരുതുന്നത്. ഈ ഒരു ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യമാണ് പാർപ്പിടം എന്ന് പറയുന്നത്. പാർപ്പിട പദ്ധതി എങ്ങനെയൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? നമുക്കിവിടെ ലൈഫിലുള്ള നിലവിൽ ഭവനരഹിതരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് പദ്ധതി, ഇവിടെ സർക്കാരിന്റെയാണ് ലൈഫ് പദ്ധതി എങ്കിലും ആ പദ്ധതി 42 കുടുംബങ്ങൾക്ക് ഇവിടെ ഒരു കെട്ടിട നിർമ്മാണം സർക്കാർ തന്നപ്പോൾ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്ട് 1 കോടി രൂപയോളം പഞ്ചായത്തിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. വൈദ്യുതി, വെള്ളം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ചുള്ള എല്ലാ പദ്ധതികൾക്കും കൂടിയാണ്ട് 1 കോടി രൂപയോളം ഞങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അഭിമാനകരമാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ തന്നെ 42 കുടുംബങ്ങൾക്ക് നല്ലൊരു വസതി, അവർക്കൊരു ഭവനം നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ട് ഇനി ഞങ്ങൾക്ക് കിടക്കുന്നത് ഈ ഭൂരഹിത ഭവനരഹിതരുടെ ഒരു ലിസ്റ്റാണ്. അത് ഈ വർഷം പൂർത്തീകരിക്കും എന്നാണ്. ഞങ്ങളുടെ കാലാവധിക്കുള്ളിൽ തന്നെ അവർക്കും ഭൂമിയും വീടും നൽകുവാൻ ആഗ്രഹിക്കുന്നു. നടപ്പാക്കാൻ വേണ്ടി തന്നെയുള്ള ശ്രമത്തിൽ തന്നെയാണ്. തീർച്ചയായും 42 കുടുംബങ്ങൾക്കാണ് എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്നത്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഭാവി പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോ ഈ നിരന്തര ടൂറിസം തന്നെയാണ്. ആ ടൂറിസം ഇത് കോട്ടയം ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ ഒരു സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. ആ സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ വർഷം തന്നെ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കൊട്ടവഞ്ചി പോലുള്ള അതുപോലുള്ള സ്പീഡ് ബോട്ട് പോലുള്ള ഒക്കെ ഇടണം എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ. തീർച്ചയായിട്ടും അത് നടപ്പാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ ഞങ്ങള് പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ റോഡുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ ഒരു നാഗരികത പഞ്ചായത്തായോണ്ട്, സ്വഭാവമുള്ള ഒരു പഞ്ചായത്തായോണ്ട് തന്നെ വഴി ഒരു പ്രധാന പ്രശ്നമാണ്. വഴി ഇപ്പോ നമ്മുടെ ജലജീവൻ മിഷന്റെ വലിയൊരു പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ അതിൻ്റെ അതൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ ഈ വർഷം കൂടുതൽ വഴികൾ ഒരു വർഷം ഞങ്ങൾ 2.5 കോടി രൂപയോളം വഴികൾക്ക് വേണ്ടി തന്നെ വാർഡ് തലത്തിൽ നീക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം അതൊക്കെ പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വർഷം പുതിയ പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി ഈ വർഷത്തെ ഞങ്ങളുടെ അവസാനത്തെ ഒരു പദ്ധതിയും കൂടിയാണ് നടപ്പാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തന്നെ പരാതിരഹിതമായി തന്നെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖലയിലും വിജയപുരം ഗ്രാമപഞ്ചായത്ത് വളരെ മികച്ച രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. കാർഷിക മേഖലയിൽ ഏതൊക്കെ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്? കാർഷിക മേഖലയിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമുക്ക് 75 ഹെക്ടർ നെൽവയലുള്ള സ്ഥലമാണ്. അവിടെ 60 ഹെക്ടറോളം നമ്മൾ ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ ചെറുകിട ഇതൊരു കാർഷിക മേഖലയല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ കുടുംബശ്രീ മുഖേന നമ്മുടെ കൃഷി വകുപ്പ് മുഖേനയുള്ള വാർഡ് തല ഗ്രൂപ്പുകളിലൂടെ മികച്ച തോതിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വാർഡ് തല ഗ്രൂപ്പുകളൊക്കെ സജീവമാണ്. കുടുംബശ്രീയൊക്കെ അതിന് മുന്നോട്ട് നിൽക്കുന്നു. പഞ്ചായത്തിൽ അതുപോലെ തന്നെ 2 സബ് സെന്ററുകൾക്ക് ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടങ്ങളൊക്കെ പണിത് പ്രവർത്തിക്കാൻ സാധിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും
ഞങ്ങളുടെ ഈ ഭരണസമിതി കാലത്ത് തന്നെ 2 സബ് സെന്ററുകളാണ് ഞങ്ങൾക്ക് അവിടെ പുതിയതായിട്ട് നിർമ്മിക്കുവാൻ കഴിഞ്ഞത്. അവിടെ എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു സബ് സെന്ററും കൂടെ ആവശ്യമുണ്ട്. അത് ഞങ്ങൾ അതിന്റെ ടെൻഡർ നടപടികൾ വരെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മികച്ച പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത വിജയപുരം ഗ്രാമപഞ്ചായത്ത് മാതൃകാ ഗ്രാമപഞ്ചായത്തായി തുടരുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ ഈ ഭരണസമിതിയുടെ അഭിമാനമായിട്ടുള്ള കരുതൽ പദ്ധതി തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമൻകുട്ടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സോമൻകുട്ടി, മറ്റെന്തൊക്കെ പരിപാടികളിലാണ് ഗ്രാമപഞ്ചായത്ത് മുന്നിൽ നിൽക്കുന്നത്? ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ഈ പ്രാവശ്യം ഞങ്ങളുടെ പാലിയേറ്റീവ് 2 ആക്കുക. ഒരു പുതിയ പാലിയേറ്റീവ് കൂടെ കോട്ടയം ജില്ലാ ആശുപത്രിയിലൊക്കെ വളരെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് OP കൂടെ നമ്മൾ ഈ വർഷം തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വർഷം നമ്മുടെ ഈവനിങ് ഒരു OP നമ്മുടെ PHSCയില് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില് ഒരു ഈവനിങ് OP കൂടെ ആരംഭിക്കാൻ പോകണം. അതുപോലെ തന്നെ MLA തിരുവഞ്ചൂർ രാഷ്ട്രന്റെ ഒരു മണ്ഡലം കൂടിയാണത്. അവിടെ 1.5 കോടി രൂപ മുടക്കി പുതിയൊരു കെട്ടിടവും കൂടെ അവിടെ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അകത്താണ് നമ്മുടെ ഈവനിങ് OP തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു വർഷം നമ്മൾ 2.5 കോടി രൂപയോളം 19 വാർഡുകളായിട്ട് റോഡുകൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പുതിയ MLA ഫണ്ടിൽ തന്നെ 10 റോഡുകൾക്ക് ഗ്രാമീണ റോഡുകൾക്ക് ഇവിടെ തുക അനുവദിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ റോഡുകളുടെ ജനങ്ങൾക്ക് പരാതിയില്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ജൽജീവൻ മിഷന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം, അത് ഈ വർഷം ഞങ്ങളത് പൂർത്തീകരിക്കും. വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത്. ആരോഗ്യ മേഖലയിലടക്കം കാർഷിക മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് എങ്ങനെയൊക്കെയാണ് ഒരു ഹരിതകർമ്മ സേനാംഗങ്ങളുടെയൊക്കെ ഇടപെടൽ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഞങ്ങൾക്കിവിടെ 38 ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഞങ്ങളുടെ കേരളത്തിലെ എനിക്ക് തോന്നുന്നത് ഇവിടെ വടവാതൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിനോട് ചേർന്ന ഡംപിംഗ് യാർഡ്, മുനിസിപ്പാലിറ്റിയുടെ ഡംപിംഗ് യാർഡ് ഉണ്ടായിരുന്നു. അത് വലിയൊരു സമരത്തിനോടനുബന്ധിച്ച് അത് ഇവിടുന്ന് മാറ്റപ്പെട്ടു. ഏറ്റവും ബുദ്ധിമുട്ട് മാലിന്യത്തിന്റെ ഒരു തീക്ഷ്ണ ഫലം അനുഭവിച്ച ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം മാറി വളരെ ഭംഗിയായിട്ട് മാലിന്യം വലിച്ചെറിയുന്ന 42 സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചത് ഞങ്ങളുടെ പഞ്ചായത്താണ്. 42 സ്ഥലത്ത് അവിടെ. അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ യഥാസമയം വീടുകൾ കയറി 100% അവരുടെ ഇപ്പൊ 92% ഞങ്ങളുടെ പഞ്ചായത്ത് നിൽക്കുകയാണ്. യൂസർ ഫീ ഇനത്തില് മറ്റു കാര്യങ്ങൾ, ബാഗ്, കുട, ചെരുപ്പുകള് അതെല്ലാം നമ്മൾ ശേഖരിക്കുന്നു. നമ്മൾ പുതിയ MCF-നുള്ള സ്ഥലത്തിനുള്ള ടെൻഡർ ക്ഷണിച്ചു. അത് വാല്യുവേഷന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മാലിന്യം ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു പഞ്ചായത്തുള്ള നിലയിൽ 100% മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതൊക്കെ ലഹരി ഉപയോഗം തന്നെയാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇതിനൊക്കെ നേരിടാനായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസുകളൊക്കെ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഒട്ടനവധി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ നമുക്കറിയാലോ, സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും കുടുംബശ്രീ ശക്തമായ ഒരു പഞ്ചായത്തൂടെയാണ്. കുടുംബശ്രീ മുഖേന അതുപോലെ തന്നെ വാളണ്ടിയേഴ്സിനെയൊക്കെ നമ്മൾ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ അത്തരം സംഭവങ്ങൾ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാളുകളിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായും ആരോഗ്യ മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കാർഷിക മേഖലയിലടക്കം ഈ വഴിവിളക്കുകളൊക്കെ എങ്ങനെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? എല്ലാ ഇടങ്ങളിലേക്കും വഴിവിളക്കുകളൊക്കെയുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? നേരത്തെ ഞങ്ങള് തെരുവിളക്ക് പരിപാലനം കോൺട്രാക്ട് കൊടുക്കുകയായിരുന്നു. കോൺട്രാക്ടർമാരുടെ ചില അനാസ്ഥ കാരണം ഞങ്ങൾ ഈ വർഷം സ്വന്തമായി ബൾബുകൾ, വോൾട്ടേജ് കൂടിയ 25 വോൾട്ട് ബൾബുകൾ വാങ്ങി
അത് ഇടുന്നത് മാത്രം കോൺട്രാക്ട് കൊടുക്കുക. എല്ലാ വഴികളും എല്ലാ പോസ്റ്റുകളിലും ലൈറ്റുകളുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ MRF ഫാക്ടറി ഞങ്ങളുടെ പഞ്ചായത്തിലാണ്. അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ്ട് 2000 ലൈറ്റുകൾ ഞങ്ങൾക്ക് ഇവിടെ CSR ഫണ്ടിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെ തെരുവ് വിളക്ക് പരിപാലനത്തിൽ ഞങ്ങള് ഏതാണ്ട് 100% വിജയകരമായി തന്നെ മുന്നോട്ട് പോകും. ഭിന്നശേഷിക്കാർക്ക് വയോജനങ്ങൾക്ക് വേണ്ട പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? കൂടുതലും ജില്ലാ പഞ്ചായത്താണ് ഈ ഭിന്നശേഷിക്കാർക്കുള്ള ഈ സൈക്കിളും ഒക്കെ കൊടുക്കുന്നത്, 2 വീലറും ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അത്തരം പദ്ധതികളിൽ പക്ഷെ ഇവിടെ നമ്മൾ അവർക്ക് മറ്റു തരത്തിലുള്ള എല്ലാ സഹായങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിലൂടെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നു. അതെ, വിജയപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് അഭിമാന പദ്ധതി എന്ന് പറയുന്നത് കരുതൽ പദ്ധതി തന്നെയാണ്. ആരോഗ്യ മേഖലയിലടക്കം നിരവധി പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണ വിതരണമൊക്കെ നടപ്പിലാക്കിയതടക്കം വിജയപുരം ഗ്രാമപഞ്ചായത്താണ്. നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകതയുടെ ഉണ്ട്. കേരള സർക്കാരിന്റെ അതിദരിദ്ര പട്ടികയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റു കാര്യങ്ങളും, അവർക്ക് റേഷൻ കാർഡ്, പെൻഷൻ എല്ലാം ഞങ്ങൾ റെഡിയാക്കി. ഇപ്പൊ അവർക്ക് പെൻഷൻ വരെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ആണ് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത്. നമ്മുടെ സാംസ്കാരികവും സമ്പന്നവുമായ വിദ്യാഭ്യാസമുള്ള 20 സ്കൂളുകൾ അടങ്ങുന്ന ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ ദേവാലയങ്ങൾ, ഹിന്ദു ദേവാലയങ്ങളും ക്രിസ്തു മതങ്ങൾ പള്ളികളും എല്ലാം തന്നെ ഒട്ടനവധി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിവിധ ജാതിമത ഐക്യത്തോടു കൂടി പോകുന്ന ഒരു പഞ്ചായത്തോടെയാണ് നിനിസം അറിയിക്കുക. ചെറുകിട കുടിവെള്ള പദ്ധതിയിലടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമം ഒക്കെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. ചെറുകിട കുടിവെള്ള പദ്ധതി എങ്ങനെയൊക്കെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്? ഞങ്ങളുടെ ഇവിടെ തന്നെ 4 കുടിവെള്ള പദ്ധതികൾ, ഒരു താന്നിക്കൽ കൊല്ലക്കൊമ്പ് കുടിവെള്ള പദ്ധതി, ഒരു ശാന്തിഗ്രാം കുടിവെള്ള പദ്ധതി, താമരശ്ശേരി കുടിവെള്ള പദ്ധതി ഒക്കെ ഈ വർഷം ഞങ്ങൾ പൂർത്തീകരിച്ചതാണ്. അത് ജലം, അതുപോലെ ജലം മലിനമായ സ്ഥലങ്ങളിൽ ശുചീകരണ പ്ലാന്റ് വെച്ച് അവർക്ക് നല്ല രീതിയിലുള്ള ശുദ്ധജലം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 90% കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്ന രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച്, ഓൺ ഫണ്ട് ഉപയോഗിച്ച് അതിൽ 5 വാർഡുകൾ ഈ വേനൽക്കാലത്ത് കൂടുതലായി, അതൊരു വെള്ളപ്പൊക്ക പ്രദേശമാണോ മറ്റ പ്രദേശമാണോ, അവിടെയൊക്കെ ജലക്ഷാമം കൂടുതലുണ്ട്. അവിടെ നമ്മൾ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. മഴക്കാലമാകുമ്പോഴും വാർഡുകളിൽ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടോ? നമ്മളിവിടെ 5 വാർഡുകൾ വെള്ളം പൊക്കം ബാധിത പ്രദേശങ്ങളാണ്. അവിടെ നമ്മൾ ക്യാമ്പുകൾ 3-4 സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സ്ഥാപിച്ച് അവർക്ക് വേണ്ട ആഹാരവും പച്ചുമെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള സഹായവും ആ സമയത്ത് നമ്മൾ എത്തിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാവശ്യമാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിലുള്ള പദ്ധതി വെച്ച് നമ്മൾ ഒട്ടനവധി വള്ളം, അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ്, അതുപോലുള്ള ഒട്ടനവധി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ടൂറിസം പദ്ധതി തന്നെയാണ്. മീനന്തറ ടൂറിസം അടക്കമാണ് ഇനി വരാൻ പോകുന്ന കോട്ടയം കാർണിവൽ പോലെ തന്നെ, കൊട്ടവഞ്ചി പോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്നതല്ലേ? ഓക്കെ, അങ്ങനെ തന്നെയാണ്. നമ്മളത് നല്ല രീതിയിലുള്ള ഒരു വികസന സാധ്യതയുള്ള, ടൂറിസത്തിന് സീറോ സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ അത് ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പേര് പോലെ തന്നെ വിജയം കൈവരിക്കുകയാണ് ഓരോ മേഖലയിലും. ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ടത് കരുതൽ പദ്ധതി തന്നെയാണ്. അതെ, അതുകൊണ്ട് 10 ലക്ഷം രൂപ ഞങ്ങൾ അതിനെ മാറ്റി വെക്കും. അത് തന്നെ ഞങ്ങൾക്ക് തികയില്ല. ഒട്ടനവധി ക്യാൻസർ ബാധിതർ, ഈ പ്രാവശ്യം നമ്മൾ അതിനകത്ത് ഹൃദ്രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നില്ലായിരുന്നു. ഈ വർഷം ഹൃദ്രോഗികൾക്കൂടെ അത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു കിറ്റ് നൽകുന്നതിന് വേണ്ടിയും കൂടെ ഈ വർഷം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് ഭാവി വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്.
നമ്മുടെ ഈവനിങ് ഒ പി, അതുപോലെ തന്നെ 50,000 ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ രണ്ടാക്കിക്കൊണ്ട് പാലിയേറ്റീവ് രണ്ടാക്കുക. അതുപോലെ തന്നെ രോഗികൾക്ക് യാത്രാ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് ചർച്ചയിലൂടെ പോകണം. ഇപ്പം പദ്ധതി നിർവഹണത്തിന്റെ ഒരു ടൈം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ വിജയപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ കാർഷിക മേഖലയിലും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി ശ്രീ വി ടി സോമൻകുട്ടി. ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.